നമസ്കാരം സുഹൃത്തുക്കളെ. എൻ്റെ രാത്രിയിലെ ഫുഡ് കണ്ടോ? ഇതാണ് ഞാൻ രാത്രി കഴിക്കുന്നത്. വലിയ പയറും സലാഡ്, കുറച്ച് മീൻ പൊള്ളിച്ചത്, കുറച്ച് അവിയൽ, പിന്നെ മത്തിയുടെ കുറേ പരിഞ്ഞിൽ. ഇതിത്രയാണ് രാത്രിയിലെ ഫുഡ്. അപ്പം ഞാനിതൊക്കെ വീഡിയോയിലെടുത്തിടുന്ന എന്തിനാണ് നമ്മുടെ ചില സുഹൃത്തുക്കൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കും. ഞാനിത് ഇടുന്നത് എൻ്റെ കൂട്ട് തന്നെ വാരി വലിച്ച് തിന്നുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു മുന്നറിയിപ്പാണ്. കുറേശ്ശെ കഴിച്ചാൽ കുറച്ച് നാളും കൂടെ കഴിക്കുക. അപ്പം ഞാൻ അതുകൊണ്ട് ഒന്ന് സൈഡ് കൊടുത്തതാണ്. ഇതെല്ലാം ഒന്ന് കൺട്രോൾ ആക്കിയിട്ട് പിന്നെ നമുക്ക് കഴിക്കാമല്ലോ. അത് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമുക്ക് അധികം നാൾ കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് സൈഡ് കൊടുത്തിട്ട് ഇതേപോലെയുള്ള ഭക്ഷണമൊക്കെ ഒന്ന് ആക്കി ഒരു ലൈറ്റ് ഫുഡൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് നോർമലാക്കി കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഇത് ശ്രദ്ധിക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ബി.പിയും ഷുഗറും കുറവായിരുന്നു, അങ്ങനെ കയറത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ശ്രദ്ധിക്കാതെ പോയത്. ഇപ്പോഴും ഷുഗർ കുറവാണ്, പക്ഷേ ബി.പി കയറി. അതെന്താണെന്ന് അറിയത്തില്ല. ഇത് രണ്ടും കുറവായതുകൊണ്ടാണ് ഞാൻ ഇത് ശ്രദ്ധിക്കാതെ നടന്നത്. ഷീജയ്ക്ക് ബി.പി ഉള്ളപ്പോഴും എനിക്ക് 75 ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് വലിയ കാര്യമാക്കിയില്ല. ഇപ്പോഴാണ് ഇത് ഞാൻ ശ്രദ്ധിക്കുന്നതും അന്നേരം ഇതുണ്ടെന്നറിയുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഫുഡ് ഇങ്ങനെ ആക്കിയിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഇതൊന്ന് കാണുമ്പം അവരും ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, ജീവിതശൈലി അല്ലെങ്കിൽ ഫുഡിനകത്തൊക്കെ എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ വരുത്തിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിത് വിടുന്നത് കേട്ടോ. അല്ല, വേറെ ഉദ്ദേശമില്ല. നമ്മൾ ഫുഡ് ഇങ്ങനെ ഒന്നും കൺട്രോൾ ഇല്ലാതെ അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ. എനിക്ക് ചീത്ത കൊളസ്ട്രോൾ ഇച്ചിരി കൂടുതലുണ്ട്, അതുകൊണ്ടാണ്. ബി.പിയും ചീത്ത കൊളസ്ട്രോൾ കൂടുതലുണ്ടാകുമ്പോൾ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ബ്ലഡ് കട്ടിയാകാനുള്ള ചാൻസ് ഉണ്ടാകും. അന്നേരമാണ് സ്ട്രോക്ക്, അറ്റാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ചീത്ത കൊളസ്ട്രോൾ ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഫുഡ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നത്. പിന്നെ വർക്കൗട്ട്, ഈ ഫുഡ് ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് കാര്യമില്ല, വർക്കൗട്ടിലൂടെയും കൂടാണ് ഞാൻ കുറച്ച് കുറയ്ക്കാൻ നോക്കുന്നത്. കുറച്ച് തടിയും കുറഞ്ഞോട്ടെ, കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷേ കഴിക്കുമ്പോൾ എന്ത് കഴിച്ചാലും നമ്മുടെ മക്കളുമാരെല്ലാം കൂടെ ഉണ്ട്. സിദ്ധുമോനുണ്ട്, ടൈഗർ വന്നിരിപ്പുണ്ട്, അവൻ്റെ വീതം വേണം. പങ്കിമോൾ അപ്പുറത്തിരിപ്പുണ്ട്, അവൾക്കും വീതം വേണം. ഇനിയിപ്പോൾ ഞാൻ ഇനി പഞ്ഞിപ്പുല്ല് കഴിച്ചാലും ശരി അവർക്ക് കൊടുക്കണം. അങ്ങനെ ശീലിപ്പിച്ചത് കൊണ്ടാട്ടോ. അവരതുകൊണ്ട് രണ്ടുപേരും അപ്പുറവും ഇപ്പോൾ ഇടവും മലവും വന്നിരിപ്പുണ്ട്. കൊണ്ട് എനിക്കായിരുന്നില്ലെന്നും ചോദിച്ച് ടൈഗർ ഇരിപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ടിരിക്കുക. എന്നാലും അവരെ ശീലിപ്പിച്ച ഒരു ശീലമുണ്ടല്ലോ, അതുകൊണ്ടാണ് അവരപ്പുറം ഇപ്പുറം വന്നിരിക്കുന്നത്. വേണ്ട, എനിക്കുള്ളത് ഇനി അന്നാ ഞാനങ്ങ് പോട്ടെ. അവന് സമയമില്ല, ടൈഗറിന് സമയമില്ല, സിദ്ധുമോൻ്റെ കൂടെ കളിക്കാൻ പോകണം. അതുകൊണ്ടാണ് എളുപ്പം ഞാൻ പോട്ടെന്നും പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പുറത്തൊരാളിരിപ്പുണ്ട്, പങ്കിമോള്. അവളും പറയുന്നുണ്ട് എനിക്കുള്ളതും ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ നോക്കുന്നുണ്ട്, ഇപ്പം തരും എന്നും പറഞ്ഞ് അവളും ഇരിക്കുക. അപ്പോൾ മക്കളുമാരെല്ലാം എന്ത് ഞാൻ കഴിക്കുന്നോ അത് കഴിക്കാനായിട്ട് വന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടാണ് ഞാൻ ഈ പഞ്ഞിപ്പുല്ലായാലും ശരി കഴിക്കുന്നത്. ഉണ്ടോ, പങ്കിമോളും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു. വീണ്ടും പിള്ളേരെ വിശേഷങ്ങളുമായിട്ട്